ഫൈലം എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റ എന്ന ഫൈലത്തിലെ സ്റ്റാർ ഫിഷ്, സീ അർച്ചിൻ, സീ കുക്കുംബർ എന്നീ 3 ജീവജാലങ്ങളെക്കുറിച്ചും എക്കിനോഡെർമേറ്റ എന്ന ഫൈലത്തിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ഫൈലത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ലാർവകൾ, അവയുടെ സിഗ്നിഫിക്കൻസ്, ഈ ഫൈലവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ എന്നീ വിശദാംശങ്ങളാണ് ഫൈലം എക്കിനോഡെർമേറ്റ എന്ന ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഫൈലം എക്കിനോഡെർമേറ്റ എന്ന ഈ ഫൈലത്തിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായി പരിശോധിക്കാം. ആദ്യത്തെ അതിൻ്റെ ഹാബിറ്റാറ്റ്, അതായത് ജീവിത സാഹചര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും മറൈനാണ്, എക്സ്ക്ലൂസീവ്ലി മറൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ഉപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ കടൽ ജീവികളാണ് എക്കിനോഡെർമേറ്റുകൾ. ഇതിൻ്റെ സിമെട്രി, ശരീരത്തെ നമുക്ക് തുല്യമായ 2 ഭാഗങ്ങളായിട്ട് വിഭജിക്കാൻ സാധിക്കുകയില്ല. ഇതിന് 5 ആമുകളാണുള്ളത്, അല്ലെങ്കിൽ 5 കൈകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിമെട്രി എന്ന് പറയുന്നത് പെൻറ്റ റേഡിയൽ സിമെട്രിയാണ്. അതാണ് ഇതിൻ്റെ യുണീക്കായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. എന്നാൽ അതിൻ്റെ ലാർവൽ സ്റ്റേജ് എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ എക്കിനോഡെർമേറ്റകളും മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ രൂപാന്തരണം എന്ന പ്രക്രിയയിലൂടെയാണ് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലാർവൽ സ്റ്റേജിന് ബൈ ലാറ്ററൽ സിമെട്രിയാണ് ഉള്ളത്. അതായത് ശരീരത്തെ നെടുകെ മുറിച്ചു കഴിഞ്ഞാൽ 2 തുല്യ ഭാഗങ്ങൾ കിട്ടും. എന്നാൽ അഡൽറ്റിന്, പൂർണ്ണ വളർച്ചയെത്തിയ ജീവിക്ക് നെടുകെ നമ്മൾ മുറിക്കുകയാണെങ്കിൽ 2 തുല്യ ഭാഗങ്ങൾ കിട്ടുകയില്ല. 5 ആമുകളുണ്ട്. അതിനെ 5ആയിട്ട് മുറിച്ചാൽ ഓരോ തുല്യ ഭാഗങ്ങളായിട്ട്, അല്ലെങ്കിൽ 5 തുല്യ ഭാഗങ്ങളായിട്ട് വേർതിരിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൻ്റെ ബോഡി ക്യാവിറ്റിയെ സീലോം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്കിനോഡെർമുകൾ സീലോമേറ്റുകളാണ്. അതുപോലെ എൻഡോസ്കെലിറ്റൻ, അതിന് ശരീരത്തിൻ്റെ സ്ട്രക്ചർ, ഒരു ഘടന നൽകുന്ന, ഒരു റിജിഡായിട്ടുള്ള, കട്ടിയുള്ള ഒരു ശരീരഘടനയുള്ള, ഷേപ്പുള്ള ജീവജാലങ്ങളാണ് എക്കിനോഡെർമുകൾ. അതുകൊണ്ട് തന്നെ അതിന് എൻഡോസ്കെലിറ്റൻ ആണുള്ളത്, എക്സോസ്കെലിറ്റൻ അല്ല. നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. സ്റ്റാർ ഫിഷ് പോലെയുള്ള ജീവജാലങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരു സ്റ്റാറിൻ്റെ രൂപത്തിലാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ സ്കെലിറ്റൻ എൻഡോസ്കെലിറ്റനാണ്. അതിൻ്റെ സർഫസിലുള്ള മാംസം അല്ലെങ്കിൽ ഫ്ലഷ് നഷ്ടപ്പെട്ട കാൽക്കേരിയസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ സ്റ്റാർ ഫിഷിൻ്റെയൊക്കെ നമ്മൾക്ക് മ്യൂസിയത്തിലൊക്കെ കാണാൻ കഴിയുന്നത്. അതിന് എൻഡോസ്കെലിറ്റനാണുള്ളത്. എൻഡോസ്കെലിറ്റനെ കാൽക്കേരിയസ് ഓസ്കിൾ എന്നാണ് പറയുന്നത്. കാൽസ്യം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു എൻഡോസ്കെലിറ്റനാണുള്ളത്. ഈ എൻഡോസ്കെലിറ്റൻ്റെ പേര് ഓസിക്കിൾസ് എന്നാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ റിജിഡ് ടെസ്റ്റ് ആയിട്ടുള്ളത്, അതായത് സീ അർച്ചിൻ പോലെയുള്ള, കടൽ ചേന പോലെയുള്ള എക്കിനോഡെർമസിനാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ്, അതായത് കട്ടിയുള്ള തോട് പോലെയാണ് കാണപ്പെടുന്നത്. ഇനി സീ കുക്കുംബർ ആണെങ്കിൽ അത് മൈക്രോ സ്പിക്യൂൾസ് എന്നാണ് ഈ എൻഡോസ്കെലിറ്റനെ അറിയപ്പെടുന്നത്. അപ്പം എൻഡോസ്കെലിറ്റൻ എന്ന് പറയുന്ന ഒരു സ്കെലിറ്റൽ സ്ട്രക്ചർ എക്കിനോഡെർമിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള മറ്റൊരു പ്രത്യേകതയാണ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വാട്ടർ വാസ്കുലർ സിസ്റ്റമാണ്. അതായത് ഇതിനൊരു രക്തചംക്രമണ വ്യവസ്ഥ, അതായത് സർക്കുലേറ്ററി സിസ്റ്റം ഒന്നുമില്ല. പകരം ഇതിനകത്തേക്ക്, അതായത് ശരീരത്തിനകത്തേക്ക് ജലം കടത്തിക്കൊണ്ടു പോകാനും അത് പല ചാനലുകളിലൂടെ അല്ലെങ്കിൽ കനാലുകളിലൂടെ സർക്കുലേറ്റ് ചെയ്യാനും, ഈ കനാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ നിന്നും ആവശ്യമുള്ള ഭക്ഷണം കണ്ടെത്താനും, അതിലൂടെയുള്ള ഓക്സിജനെ ശരീരത്തേക്ക് എടുക്കാനും, ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റിനെ റിമൂവ് ചെയ്യാനുമായിട്ടുള്ള ഒരു കനാൽ സിസ്റ്റമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കനാൽ സിസ്റ്റത്തിനെ വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്നാണ് പറയുക. ഈ കനാൽ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അത് ലോക്കോമോഷൻ, ഫീഡിങ്, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ എന്നീ പ്രോസസ്സുകൾ നടത്തുന്നത്. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റമുണ്ട്. മൗത്ത് മുതൽ ഏനസ് വരെ ഉള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമുണ്ട്. ഇതിൻ്റെ മൗത്തിൻ്റെയും ഏനസിൻ്റെയും പ്രത്യേകത, ഇതിൻ്റെ വായ അല്ലെങ്കിൽ മൗത്ത് കാണപ്പെടുന്നത് ശരീരത്തിൻ്റെ അടിഭാഗത്തായിട്ടാണ്. അതായത് അത് എപ്പോഴും ഒരു ബോട്ടം ഡെല്ലറാണ്, അതായത് കടലിന് അടിയിൽ താമസിക്കുന്ന ജീവജാലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അടിയിൽ നിന്നാണ് അതിന് ഭക്ഷണം കിട്ടുന്നത്. അതുകൊണ്ട് മൗത്ത് ഓറൽ സൈഡിലും ഏനസ് അതിൻ്റെ അബോറൽ സൈഡിലെ മുകൾ ഭാഗത്തായിട്ടുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത നോക്കാൻ നെർവസ് സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ സ്റ്റാർ ഫിഷ് പോലെയുള്ള ജീവജാലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനൊരു ഹെഡ് പോലെയുള്ള ഒരു സംവിധാനമൊന്നുമില്ല.
അപ്പോൾ ഹെഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഹെഡുമില്ല ബ്രെയിനുമില്ല. നെർവ് റിംഗ് അറൗണ്ട് മൗത്ത് വിത്ത് റേഡിയൽ നെർവ്സ് ഇൻ ഈച്ച് ആം. നമ്മൾ ഇത് നെർവസ് സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മൗത്തിൻ്റെ ഭാഗത്തായിട്ട്, ഇതതിൻ്റെ ഓറൽ സൈഡാണ്, അടിവശമാണ്. ഈ മൗത്തിൻ്റെ ചുറ്റുമായിട്ട് ഒരു നെർവ് റിംഗ് ഉണ്ട്. ഈ നെർവ് റിംഗ് ഓരോ ആമിലേക്കും എന്ത് ചെയ്തിരിക്കുന്നു, റേഡിയേറ്റ് ചെയ്തിരിക്കുന്നു, അതായത് നീണ്ടുപോയിരിക്കുന്നു. അങ്ങനെ മൗത്തിന് ചുറ്റുമായിട്ടുള്ള നെർവ് റിംഗ് എല്ലാ ആമിലേക്കും നീണ്ടുപോയിരിക്കുന്നത് അല്ലെങ്കിൽ വ്യാപിച്ചു കിടക്കുന്ന തരത്തിലുള്ള ഒരു നെർവ് സിസ്റ്റമാണ് ഇതിനുള്ളത്. സർക്കുലേഷൻ, ബോഡി ക്യാവിറ്റി സീലോം ആയതുകൊണ്ട് തന്നെ ആ സീലോമിനകത്ത് ഫ്ലൂയിഡ് ഉണ്ട്, അതിനെ സീലോമിക് ഫ്ലൂയിഡ് എന്നാണ് പറയുക. അസിസ്റ്റ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഗ്യാസസ്, നോ ട്രൂ ഹേർട്ട്. ഒരു ഹേർട്ട് എന്ന് പറയുന്ന സംവിധാനമൊന്നും എക്നോഡെർമ്സിലില്ല, പക്ഷേ സീലോമിക് ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡ്, അതായത് ക്യാവിറ്റിയിലൂടെ ഒഴുകി നടക്കുന്ന ദ്രാവകത്തെയാണ്, സീലോം എന്ന് പറയുന്ന ക്യാവിറ്റിയിലൂടെ ഒഴുകി നടക്കുന്ന ദ്രാവകത്തെ സീലോമിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടാണ് അത് ന്യൂട്രിയൻസിൻ്റെയും ഗ്യാസസിൻ്റെയും എക്സ്ചേഞ്ച് ശരീരത്തിലെ കോശങ്ങളുമായിട്ട് നടത്തുന്നത്. റെസ്പിറേഷൻ, അതിന് റെസ്പിറേറ്ററി ഓർഗൻസ് ഒന്നുമില്ല, പ്രത്യേകിച്ചും ഒരു റെസ്പിറേറ്ററി ഓർഗൻസ് പറയാനായിട്ട് ഇല്ല. ട്യൂബ് ഫീറ്റുകൾ, സ്കിന്ന്, ഗിൽസ്, റെസ്പിറേറ്ററി ട്രീസ് തുടങ്ങിയ വ്യത്യസ്ത തരത്തിലുള്ള റെസ്പിറേറ്ററി സ്ട്രക്ചറുകളാണ് അല്ലെങ്കിൽ രൂപങ്ങളാണ് ഉള്ളത്. ഇപ്പം ട്യൂബ് ഫീറ്റ് പോലെയുള്ള ശരീരഭാഗങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരേ സമയം എന്താണ്, വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, ലോക്കോമോഷൻ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ വെള്ളം അകത്തേക്ക് എടുക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ട്യൂബ് ഫീറ്റുകളൊക്കെ റെസ്പിറേറ്ററി ഓർഗൻസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. എക്സ്ക്രീഷൻ സിമ്പിളാണ്, ത്രൂ സീലോമിക് ഫ്ലൂയിഡ്, ലാക്സ് സ്പെഷ്യലൈസ്ഡ് എക്സ്ക്രീറ്ററി ഓർഗൻസ്. എക്സ്ക്രീഷൻ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിലൂടെ, അതായത് വെള്ളം ഒഴുകുന്ന കനാൽ സിസ്റ്റത്തിലേക്ക് ശരീരത്തിൽ നിന്ന് ഉള്ളിലുള്ള വേസ്റ്റ് ഈ വെള്ളത്തിലേക്ക് എത്തിപ്പെടുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയും അത് വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണുള്ളത്. എക്സ്ക്രീറ്ററി ഓർഗൻസ് ഒന്നും തന്നെ ഇല്ല. ഇത് ബൈസെക്ഷലാണ്, മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡയേഷ്യസ് ഓർഗാനിസംസ് എന്നാണ് അറിയപ്പെടുക. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണലാണ്, ലാർവൽ സ്റ്റേജസ് ഉണ്ട്, അത് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലൂടെയാണ് അതിൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് റീജനറേഷൻ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. കേപ്പബിൾ ഓഫ് റീജനറേറ്റിംഗ് ആംസ്, സ്പൈൻസ് ഓർ ബോഡി പാർട്സ് ഫ്രം എ പോർഷൻ ഓഫ് ദ സെൻട്രൽ ഡിസ്ക്. ഒരു സെൻട്രൽ ഡിസ്കിൻ്റെ ഒരു ഭാഗമാകാം, ഏതെങ്കിലും ആമാകാം. ശരീരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ആകാം, എൻ്റയർ ഡൈജസ്റ്റീവ് സിസ്റ്റമൊക്കെ സീ കുക്കുംബറിലൊക്കെ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം റീജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഈ എക്നോഡെർമ്സിൻ്റെ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത ആണ്. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാർ ഫിഷ് എന്ന് പറയുന്ന എക്നോഡെർമ്സിനെ കുറിച്ചാണ്. സ്റ്റാർ ഫിഷ് പൂർണ്ണമായിട്ടും മറൈനാണ്, യൂഷ്വലി റോക്കി ഓർ സീ ബഡ്സ് സർഫസിലാണ് ഇത് കാണുന്നത്. കടലിനടിയിലായിട്ടും പാറകളുള്ള സ്ഥലങ്ങളിലുമായിട്ട് ഇതിനെ കാണാൻ കഴിയും. സ്റ്റാർ ഷേപ്ഡ് ബോഡിയാണ്, പെൻഡാ റേഡിയൽ സിമെട്രിയാണ്. 5 ആമുകൾ ഉണ്ടായതുകൊണ്ട് 5 ആമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുല്യമായിട്ട് വിഭജിച്ച് വേർതിരിച്ച് അല്ലെങ്കിൽ മുറിച്ചെടുക്കാൻ പറ്റും. അതിനെയാണ് പെൻഡാ റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. ദെൻ എൻഡോ സ്കെലിറ്റൻ ഉണ്ട്, മെയ്ഡ് ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ്. ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കാൽക്കേരിയസ് ഓസിക്കിൾ കൊണ്ടോ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള കാൽക്കേരിയസ് ഓസിക്കിൾസ് കൊണ്ടാണ് നിർമ്മിച്ചത്. ഓസിക്കിൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓപ്പണിങ്ങുകളുണ്ടാവും, ധാരാളം മൈന്യൂട്ടായിട്ടുള്ള ഓപ്പണിങ്ങൾ ഈ എൻഡോസ്കെലിറ്റൻ ഉണ്ടായിരിക്കും. ആ ഓപ്പണിങ്ങിലൂടെയാണ് വെള്ളം പുറത്തേക്കും അകത്തേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതാണ് അതിൻ്റെ എൻഡോസ്കെലിറ്റൻ. ദാറ്റ് ഈസ് എംബഡഡ് ഇൻ ദ ഡെർമിസ്. അതായത് ഇതിൻ്റെ ഡെർമിസ്, എപ്പിഡെർമിസ്, അതായത് മുകളിലുള്ള ശരീര കലകളിൽ അല്ലെങ്കിൽ ഫ്ലഷ് പോലെയുള്ള പദാർത്ഥങ്ങളിനകത്ത് ഇഴുകി ചേർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ കൂടിക്കലർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് എംബഡഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, എംബഡഡ് ഇൻ ദ ഡെർമിസ്. വാട്ടർ വാസ്കുലർ സിസ്റ്റമുണ്ട്, ട്യൂബ് ഫീറ്റുകളുണ്ട്. ആ ട്യൂബ് ഫീറ്റുകളെ ലോക്കോമോഷനും അറ്റാച്ച്മെൻറ്റിനും ഫീഡിങ്ങിനുമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം ട്യൂബ് ഫീറ്റ് പോലെയുള്ള സ്ട്രക്ചറുകൾ, ഇതാണ് നമുക്ക് ട്യൂബ് ഫീറ്റുകൾ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ ട്യൂബ് ഫീറ്റ് പോലെയുള്ള സ്ട്രക്ചർ, അതായത് ഇതിലൂടെയാണ് വെള്ളം അകത്തേക്ക് കിടന്ന് ഒരു കനാൽ സിസ്റ്റത്തിലൂടെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കനാൽ സിസ്റ്റമുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. മൗത്ത് ഓൺ ഓറൽ സർഫസ്, ഏനസ് ഓൺ അബോവ് ഓറൽ സർഫസ്. മൗത്ത് അതിൻ്റെ അടിഭാഗത്തായിട്ടും ഏനസ് അതിൻ്റെ സർഫസിലുമായിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ ക്യാൻ
എവർ ടു സ്റ്റൊമക് ടു ഡൈജസ്റ്റ് പ്രേ എക്സ്റ്റേണലി. ഇനി വളരെ യുണീക്കായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. ഇത് ഈ സ്റ്റാർ ഫിഷ് പോലെയുള്ള സ്ട്രക്ചറുകൾക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് അതിൻ്റെ ഷേപ്പിന് മാറ്റം വരുത്താനൊന്നും പറ്റില്ല. കാരണം കാൽക്കേരിയസ് ആയിട്ടുള്ള സ്പിക്യൂൾസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു കട്ടിയുള്ള ഒരു ഷേപ്പാണ്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിനകത്തേക്ക് ഭക്ഷണം ഇറങ്ങുന്നതിന് അല്ലെങ്കിൽ കഴിക്കുന്നതിനനുസരിച്ച് വയറ് വീർത്ത് വരും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതിനനുസരിച്ച് വലുതാക്കാനുമൊക്കെ ഉള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഒന്നും ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു സ്ട്രക്ചറൊന്നുമല്ല ഈ സ്റ്റാർ ഫിഷിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാർ ഫിഷ് അതിൻ്റെ സ്റ്റൊമക്ക് പുറത്തേക്കിട്ട് ആ സ്റ്റൊമക്കിനകത്ത് എന്ത് ചെയ്യാറുണ്ട്, ഭക്ഷണം ദഹിപ്പിച്ചെടുക്കാറുണ്ട്. ഇപ്പം ബൈവാൽസ്, കക്ക പോലെയുള്ള വലിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇത് പിടിക്കും അല്ലെങ്കിൽ കഴിക്കും. അതിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് സ്റ്റൊമക്ക് പുറത്തേക്കിട്ട് അതിനെ ദഹിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നെർവസ് സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിൽ നോ ബ്രെയിൻ ഹാസ് എ നെർവ് റിംഗ് അറൗണ്ട് ദ സെൻട്രൽ ഡിസ്ക് വിത്ത് റേഡിയൽ നെർവ്സ് ഇൻ ഈച്ച് ആംസ്. ഒരു മൗത്തിന് ചുറ്റുമായിട്ടുള്ള ഒരു നെർവ് റിംഗ് ആണുള്ളത്. ഓരോ ആമിലേക്ക് നീണ്ടുപോകുന്ന നെർവുകൾ അല്ലെങ്കിൽ നാഡി വ്യവസ്ഥയാണ് അതിനകത്തുള്ളത്. ലോക്കോമോഷൻ സാധ്യമാക്കുന്നത് ട്യൂബ് ഫീറ്റുകളുടെ സഹായത്താണ്. ഓപ്പറേറ്റഡ് ബൈ വാട്ടർ വാസ്കുലർ സിസ്റ്റം. വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഭാഗമായ ട്യൂബ് ഫീറ്റുകളുടെ സഹായത്താലാണ് ലോക്കോമോഷൻ സാധ്യമാകുന്നത്. റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ത്രൂ ട്യൂബ് ഫീറ്റ് ആൻഡ് ഡെർമൽ ഗിൽസ്. ഇതിൻ്റെ ട്യൂബ് ഫീറ്റുകളുടെ സഹായത്താലും അതിൻ്റെ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന ഗില്ല് പോലെയുള്ള സ്ട്രക്ചറുകളുടെ അല്ലെങ്കിൽ ഈ സ്പിക്യൂൾസിനകത്ത് ധാരാളം ദ്വാരങ്ങളുണ്ട് അല്ലെങ്കിൽ ഓപ്പണിങ്ങുകളുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ വെള്ളം കയറി ഇറങ്ങുന്നതിലൂടെ റെസ്പിറേഷൻ സാധ്യമാകുന്നു. റീപ്രൊഡക്ഷൻ ഡയേഷ്യസ് ഓർഗാനിസമാണ്. മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുക. ചില സമയത്ത് അതിൻ്റെ ആമുകൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ റീജനറേറ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ലാർവൽ സ്റ്റേജ് ഉണ്ട്. പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ലാർവയാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഉള്ളത്. എയർലി ലാർവയെ, നമ്മൾ ആദ്യം ഉണ്ടാകുന്ന ലാർവ, അതായത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടന്ന് എഗ്ഗ് ഹാച്ച് ചെയ്ത് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവയെ ബൈപിന്നേറിയൽ ലാർവ എന്നാണ് പറയുന്നത്. ഈ ബൈപിന്നേറിയൽ ലാർവയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ലാർവയെ മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് 2 അല്ലെങ്കിൽ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഈക്വലായിട്ടുള്ള 2 തുല്യ ഭാഗങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ലാർവ ബൈലാറ്ററൽ, ബൈ മീൻസ് 2, ലാറ്ററൽ മീൻസ് വശങ്ങൾ, 2 വശങ്ങളും തുല്യമായിട്ട് രീതിയിൽ നമുക്ക് വിഭജിച്ചെടുക്കാനൊക്കെ കഴിയും അല്ലെങ്കിൽ മുറിച്ചെടുക്കാൻ കഴിയും. അപ്പം ബൈലാറ്ററൽ സിമെട്രിയാണുള്ളത്. ദെൻ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ സർഫസിൽ മുഴുവൻ ധാരാളം സീലിയുണ്ട്. ആ സീലിയ ഉപയോഗിച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഇവിടെ ട്യൂബ് ഫീറ്റ് പോലെയുള്ള സ്ട്രക്ചറുകളൊന്നും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകുകയില്ല. അപ്പോൾ ഇതൊരു പ്ലാങ്ക്ടോണിക് ലൈഫ് അല്ലെങ്കിൽ ഒരു പ്ലാങ്ക്ടൺ പോലെയൊക്കെ ജീവിക്കുന്ന ഒരു ജീവജാലമാണ്. സീലിയേറ്റഡ് ആണ്, യൂസ്ഡ് ഫോർ സ്വിമ്മിങ് ആൻഡ് ഫീഡിങ്. ഇതിൻ്റെ മെറ്റമോർഫോസിസ്, ഇത് അടുത്ത ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് നടന്ന് അടുത്ത ഒരു ലാർവയായിട്ട് മാറും. ഈ ലാർവയെ നമ്മൾ ബ്രാക്കിയോലേറിയ ലാർവ എന്നാണ് പറയുക. ഈ ബ്രാക്കിയോലേറിയ ലാർവയാണ് പിന്നീട് എന്ത് ചെയ്യുക, അഡൽട്ടായിട്ട് മാറുന്നത്. ഇതാ രണ്ടാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ ബ്രാക്കിയോലേറിയ ലാർവയുടെ ചിത്രം എന്ന് പറയുന്നത്. അപ്പം ഈ ബ്രാക്കിയോലേറിയ ലാർവയും സീലിയേറ്റഡ് ആണ്. ട്യൂബ് ഫീറ്റുകളൊന്നും തന്നെ ഇല്ല. ഇത് പിന്നീട് അഡൽട്ടായിട്ട് മാറുകയാണ് ചെയ്തത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രാധാന്യം, ഈ ലാർവയെക്കുറിച്ച് നമ്മൾ എന്തിനു പഠിക്കുന്നു എന്ന് പരിശോധിച്ചാൽ, ഈ ലാർവ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന് ബൈലാറ്ററൽ സിമെട്രിയാണ്. പക്ഷേ അതിൻ്റെ അഡൽട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെൻറ്റാ റേഡിയൽ സിമെട്രിയാണ്. ഈ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത് ഇതിന് മുൻപ് ജീവിച്ചിരുന്ന ഓർഗാനിസംസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ആൻസിസ്റ്റേഴ്സിൻ്റെ സിമെട്രിയാണ് ഈ ലാർവൽ സ്റ്റേജിൽ ഇത് കാണിക്കുന്നത്. ഹെൽപ്പ് ഇൻ ഡിസ്പേഴ്സൽ ആൻഡ് ഷോസ് ലിങ്ക് ടു ബൈലാറ്ററൽ ആൻസിസ്റ്റേഴ്സ്. അതായത് ഈ ബൈലാറ്ററൽ സിമെട്രിയുള്ള പൂർവികരുമായിട്ടുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ശരീരപ്രകൃതി കാണിക്കുന്നു എന്നുള്ളതാണ് ഈ ലാർവൽ സ്റ്റേജിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അടുത്തത് സീ അർച്ചിൻ, അതായത് കടൽ ചേന എന്നൊക്കെ നമ്മൾ പറയുന്ന ജീവജാലം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിയാണ് ഈ സീ അർച്ചിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറൈൻ എക്കനോഡംസുകളെല്ലാം തന്നെ മറൈനാണ്. ബോഡി നമ്മൾ സ്റ്റാർ ഫിഷുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഗ്ലോബുലാർ ഷേപ്ഡാണ്, ഒരു ഗ്ലോബിൻ്റെ ഷേപ്പിലാണ്. പിന്നീട് അതിൻ്റെ ശരീരത്തിൽ ധാരാളം സ്പൈൻസ് കാണാൻ കഴിയും. സ്കെലിറ്റനുണ്ട്, കാൽക്കേരിയസ് പ്ലേറ്റാണ്. നമുക്ക് സ്പിക്യൂൾസ് എന്ന് പറയുന്ന
സ്ട്രക്ചറുകൾ സ്റ്റാർ ഫിഷിനാണ് കാണുന്നതെങ്കിൽ കട്ടിയുള്ള പ്ലേറ്റുകളാണ്, അതിന് നമ്മൾ കാൽക്കേരിയസ് പ്ലേറ്റുകൾ എന്ന് പറയും. സിമെട്രി, അതായത് ഇതിന് നേരത്തെ എക്കിനോഡേർംസിന് പൊതുവായിട്ടുള്ള സിമെട്രി ഞാൻ ചെയ്തപ്പം ഒരു ഗ്ലോബൽ ഷേപ്പ് ഇരിക്കുന്നെങ്കിലും ഇതിൻ്റെ ശരീരഘടന എന്ന് പറയുന്നത് പെൻഡാ റേഡിയൽ സിമെട്രിയാണുള്ളത്. മൂവ്മെൻറ്റ് സാധ്യമാക്കുന്നത് ട്യൂബ് ഫീറ്റുകളും ഇതിൻ്റെ പുറത്തുള്ള സ്പൈനുകളുടെയും സഹായം. മൂവ്മെൻറ്റ് യൂസ് ട്യൂബ് ഫീറ്റ് ആൻഡ് സ്പൈൻസ് ഫോർ മൂവ്മെൻറ്റ്. മൗത്ത് ഓൺ ദ അണ്ടർ സൈഡ്, അതായത് ഇതിൻ്റെ ഓറൽ സൈഡ് അടിവശത്തായിട്ടാണ് മൗത്ത് കാണപ്പെടുന്നത്. ഇത് പാറയിലുമൊക്കെ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമായിട്ടും പവിഴപ്പുറ്റുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാറപ്പുറത്തിരിക്കുന്ന ആൽഗകളെയൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും പാറപ്പുറത്ത് ഇങ്ങനെ ആൽഗകളെയൊക്കെ ചുരണ്ടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ക്രോൾ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ച്യൂ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം 5 പല്ലുകൾ അല്ലെങ്കിൽ ടീത്ത് ലൈക്ക് സ്ട്രക്ചറോട് കൂടിയ ഒരു അവയവം ഈ സീ അർച്ചിനിൽ കാണാൻ കഴിയും. ഇതിൻ്റെ പേര് അരിസ്റ്റോട്ടിൽ ലാൻറ്റേൺ എന്നാണ്. അപ്പം സീ അർച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അതിൻ്റെ 5 പല്ലുകൾ, അതിൻ്റെ വായ്ക്കകത്ത് കാണപ്പെടുന്ന 5 പല്ല് പോലെയുള്ള സ്ട്രക്ചർ. ഇതിൻ്റെ പേര് അരിസ്റ്റോട്ടിൽ ലാൻറ്റേൺ എന്നാണ്. ഫീഡിങ് മോസ്റ്റ്ലി ഫെഡ് ഓൺ ആൽഗയാണ് കൂടുതലായിട്ട് അത് കഴിക്കുന്നത്. പിന്നീട് ബൈസെക്ഷലാണ്, അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണലായിട്ട് നടക്കും. ലാർവയ്ക്ക് ഒറ്റ ലാർവ മാത്രമേ ഉള്ളൂ, അതിനെ നമ്മൾ എക്കിനോപ്ലൂട്ടിയസ് ലാർവ എന്നാണ് പറയുന്നത്. റോക്കി സർഫസിലും കോറൽ റീഫ്സിലുമായിട്ടാണ് ഇതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലാർവ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ലാർവ എന്ന നമ്മൾ എക്കിനോപ്ലൂട്ടിയസ് ലാർവ എന്ന് പറയുന്നതാണ് സീ അർച്ചിൻ്റെ ലാർവ. ഇറ്റ് ഈസ് എ ഫ്രീ സ്വിമ്മിങ് ആൻഡ് ബയലാറ്ററലി സിമെട്രിക്കൽ ലാർവ. അതൊരു ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് കടലിൻ്റെ പരപ്പിലൊക്കെ അല്ലെങ്കിൽ മുകൾ ഭാഗത്തൊക്കെ ഫ്ലോട്ട് ചെയ്ത് കാണപ്പെടുന്ന ലാർവയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ മുകൾ ഭാഗത്തു നിന്നും നെടുകെ ഒരു മുറിവുണ്ടാക്കിയാൽ രണ്ടായിട്ട് വിഭജിച്ചാൽ തുല്യ 2 ഭാഗം കിട്ടും. അതുകൊണ്ട് ബയലാറ്ററൽ സിമെട്രിയാണ്. ലോങ് സീലിയേറ്റഡ് ആംസ്, അതായത് നീളമുള്ള സീലിയയുടെ സർഫസുള്ള ആമുകൾ കാണും. സപ്പോർട്ടഡ് ബൈ സ്കെലിറ്റൽ റോഡ്സ്, അതായത് കാൽസ്യത്തിൻ്റെ റോഡുകൾ, കമ്പുകൾ പോലെയുള്ള അല്ലെങ്കിൽ നാരുകൾ പോലെയുള്ള സ്ട്രക്ചറുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആമുകൾ ഇതിനകത്തുണ്ട്. യൂസസ് സീലിയ ഫോർ മൂവ്മെൻറ്റ് ആൻഡ് ഫീഡിങ്. ഇതിൻ്റെ സർഫസിലുള്ള സീലിയ ഉപയോഗിച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്, ഫീഡ് ചെയ്യുന്നത്. ലൈവ് ഇൻ പ്ലാങ്ക്ടൺ, സാധാരണയായിട്ട് പ്ലാങ്ക്ടനായിട്ടാണ് അത് ലീവ് ചെയ്യുന്നത്, അതായത് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്ലാങ്ക്ടോണിക് ലാർവ എന്നൊരു പേര് കൂടി, അല്ലെങ്കിൽ പ്ലാങ്ക്ടോണിക് ലാർവയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ലെറ്റർ സെറ്റിൽസ് ഓൺ ദ സീ ഫ്ലോർ ആൻഡ് ചേഞ്ചസ് ഇൻ ടു ദ അഡൽട്ട് ആർച്ചിൻ. അതിന് ഒരു മെറ്റമോർഫോസിസ് സ്റ്റേജിൽ ഈ ലാർവ, ഒറ്റ ലാർവ മാത്രമേ ഉള്ളൂ. ഈ ലാർവ കടലിനടിയിലേക്ക് പോവുകയും അത് സീ അർച്ചിനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷോ എവല്യൂഷണറി ലിങ്ക് ടു ബയലാറ്ററൽ ആൻസിസ്റ്റേഴ്സ്. ഈ ലാർവയുടെ ബയലാറ്ററൽ സിമെട്രി, അതിൻ്റെ ആൻസിസ്റ്ററും ബയലാറ്ററൽ സിമെട്രി, അല്ലെങ്കിൽ പൂർവികരും ബയലാറ്ററൽ സിമെട്രി ഉള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സിഗ്നിഫിക്കൻസ് ആണ് ഈ ലാർവയ്ക്ക് ഉള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു എക്കിനോഡെർമാണ് സീ കുക്കുംബർ. സാധാരണയായിട്ട് നമ്മുടെ കടൽ തീരങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു എക്കിനോഡെർമാണ് ഈ സീ കുക്കുംബർ എന്ന് പറയുന്നത്. സോഫ്റ്റ് ബോഡിഡ് എക്കിനോഡെർംസ്. നമ്മൾ സീ അർച്ചിനും സ്റ്റാർ ഫിഷുമായിട്ട് താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ബോഡീഡായിട്ടുള്ള, അല്ലെങ്കിൽ അത്രത്തോളം സ്കെലിറ്റൽ സ്ട്രക്ചർ ഹാർഡായിട്ടല്ലാത്തൊരു ജീവജാലമാണ് ഈ സീ കുക്കുംബർ എന്ന് പറയുന്നത്. ഇലോങ്ങേറ്റഡ് ആണ്, സിലിണ്ടറിക്കലാണ് ആൻഡ് ലെതറിയാണ്, നല്ല നീളം. അപ്പം സീ അർച്ചിനും സ്റ്റാർ ഫിഷുമായിട്ടൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എലോങ്ങേറ്റഡ് ആയിട്ടുള്ളൊരു ബോഡിയാണ്, സിലിണ്ടറിക്കൽ, ഒരു ട്യൂബ് പോലെയൊക്കെ ഇരിക്കുന്ന, ഒരു സിലിണ്ടർ പോലെ ഇരിക്കുന്ന സ്ട്രക്ചറാണ്. പിന്നീട് ലെതറിയാണ്, നമ്മുടെ ചെരുപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന ലെതറിൻ്റെ സ്ട്രക്ചർ പോലെയുള്ള സോഫ്റ്റായിട്ടുള്ള, നമ്മൾ പിടിച്ചാൽ അമങ്ങിപ്പോകുന്ന തരത്തിലുള്ളത്, അല്ലെങ്കിൽ സോഫ്റ്റായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഈ സീ കുക്കുംബറിനുള്ളത്. സിമെട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ട്യൂബ് പോലെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും അതൊരു ബയലാറ്ററൽ സിമെട്രി ആണെന്ന്. പക്ഷേ ഇത് പെൻഡാ റേഡിയൽ സിമെട്രിയാണ്. ബട്ട് ലുക്ക് ബയലാറ്ററൽ എക്സ്റ്റേണലി. പുറമേ നമുക്ക് ബയലാറ്ററൽ ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളങ്ങനെ കരുതുമെങ്കിലും ഇതിൻ്റെ സിമെട്രി, അതായത് ശരീരത്തിൻ്റെ യഥാർത്ഥ ഘടന എന്ന് പറയുന്നത് പെൻഡാ റേഡിയൽ സിമെട്രിയാണ്. എൻഡോസ്കെലിറ്റനുണ്ട്, മെയ്ഡ് ഓഫ് ടൈനി കാൽക്കേരിയസ് സ്പിക്യൂൾസ്, നോട്ട് ഹാർഡ് പ്ലേറ്റ്സ്. വളരെ ചെറിയ അളവിലുള്ള കാൽക്കേരിയസ് സ്പിക്യൂൾസ് കൊണ്ട്, കാൽസ്യം കാർബണേറ്റിൻ്റെ ചെറിയ ചെറിയ മുകുളങ്ങൾ കൊണ്ട്, സ്പിക്യൂൾസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എൻഡോസ്കെലിറ്റൻ. അതുകൊണ്ട് തന്നെ കാൽക്കേരിയസ് സ്പിക്യൂൾസ് ചേർന്നുമായിരിക്കും, എണ്ണത്തിൽ കുറവായിരിക്കും, അതുകൊണ്ട് ബോഡി സോഫ്റ്റ് ആയിരിക്കും. മൂവ്മെൻറ്റ് യൂസ് ട്യൂബ് ഫീറ്റ് ഫോർ മൂവ്മെൻറ്റ്.
എക്കനോഡെർമ്സിൽ പൊതുവായിട്ടുള്ള ഒരു ചലന അവയവമാണ്, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് സഹായിക്കുന്ന അവയവം ട്യൂബ് ഫീറ്റാണ്. ഇവിടെയും ട്യൂബ് ഫീറ്റ് തന്നെയാണ് കാണപ്പെടുന്നത്. മൗത്ത് ഫൗണ്ട് ഓൺ വൺ എൻഡ് സറൗണ്ടഡ് ബൈ ടെൻഡക്കിൾസ് മോഡിഫൈഡ് ട്യൂബ് ഫീറ്റ്. മൗത്ത് അതിൻ്റെ ഏതെങ്കിലുമല്ല, അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. ഈ മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന വായ്ക്ക് ചുറ്റുമായിട്ടും ട്യൂബ് ഫീറ്റുകളുണ്ട്. ഈ ട്യൂബ് ഫീറ്റുകൾക്ക് രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മോഡിഫിക്കേഷൻ സംഭവിച്ചതിന് ശേഷം അത് ടെൻഡക്കിൾസ് ആയിട്ട് മാറിയിരിക്കും. അതാണ് സീ അർച്ചിൻ്റെ പ്രധാനപ്പെട്ട സീ കുക്കുംബറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്യൂബ് ഫീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ മോഡിഫൈഡ് ഇൻ ടു ടെൻഡക്കിൾസ്. ഫീഡിങ് ഈറ്റ് ഡെട്രിറ്റസ് മീൻസ് ഓർഗാനിക് മാറ്റർ ഇൻ സാൻഡ് ഓർ മഡ്. ചെളിയിലാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡെട്രിറ്റസ് എന്ന് പറയുമ്പം അഴുകിയ പദാർത്ഥങ്ങൾ, അതായത് ഇലയും മറ്റ് ജീവജാലങ്ങളുടെയൊക്കെ ശരീരം അഴുകി ചെളിയോട് അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്ന് കാണപ്പെടുന്ന സ്ഥലത്ത് നിന്നും ആ അഴുകിയ ഓർഗാനിക്കായിട്ടുള്ള പദാർത്ഥങ്ങളെയാണിത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. ഫീഡിങ് ദെൻ ഡിഫെൻസ് ക്യാൻ ഇജക്റ്റ് ഇൻറ്റേർണൽ ഓർഗൻസ്, എ പ്രോസസ് കോൾഡ് വിസറേഷൻ. ഇത് വളരെ സ്ലഗിഷ് ആയിട്ടുള്ളൊരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റു ജീവജാലങ്ങൾക്ക് അതിൻ്റെ പ്രേക്ക് പിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇത് അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം തന്നെ ഏനസിലൂടെ പുറത്തേക്കിടും. ഈ പുറത്തേക്ക് ഇൻറ്റേർണൽ ഓർഗൻസ് ഇജക്റ്റ് ചെയ്യുന്നതിനെ വിസറേഷൻ എന്നാണ് പറയുക. വിസറ, അതായത് ഇൻറ്റേർണൽ ഓർഗൻസ്, വിസറ ഇജക്റ്റ് ചെയ്യുക, പുറത്തേക്ക് കളയുക, അതിനെ നമ്മൾ വിസറേഷൻ എന്ന് പറയും. വിസറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇതിൻ്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്, പ്രതിരോധ സംവിധാനമാണ് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്. ഇത് ഇതിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സാണ്. റീപ്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയില് ഫീമെയില് സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആയിരിക്കും. ലാർവൽ സ്റ്റേജ് ഉണ്ട്. ആ ലാർവയെ നമ്മൾ ആർക്കുലേറിയ ലാർവ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഹാബിറ്റാറ്റ് നോക്കുകയാണെങ്കിൽ, ഇത് കാണപ്പെടുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ ഫൗണ്ട് ഓൺ സീ ഫ്ലോർസ് ഇൻ ഷാലോ ആൻഡ് ഡീപ്പ് വാട്ടേഴ്സ്. അതായത് കടലിനടിയിലാണ്, തീരത്തോട് ചേർന്നും ഒക്കെ ഇതിനെ കാണാറുണ്ട്. ഇതിൻ്റെ ലാർവ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലാർവയെ പറയുന്ന പേര് ഓറിക്കുലേറിയ ലാർവ എന്നാണ് പറയുന്നത്. ഓറിക്കുലേറിയ ലാർവ എന്ന് പറയുന്നത് ആദ്യത്തെ, അതായത് സീ കുക്കുംബറിൻ്റെ ആദ്യത്തെ ലാർവ സ്റ്റേജാണ്. ഒരു ഫ്രീ സ്വിമ്മിങ് ലാർവയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കൊരു കട്ട് ഇടുകയാണെങ്കിൽ, മുറിവുണ്ടാക്കുകയാണെങ്കിൽ 2 തുല്യമായിട്ടുള്ള ഭാഗങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ ബൈലാറ്ററി സിമെട്രിക്കലാണ്. ദെൻ ട്രാൻസ്പെറൻ്റ് ആണ്, അതായത് വളരെ സുതാര്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ സർഫസിൽ ധാരാളം സീലിയ കാണപ്പെടും. അതുപയോഗിച്ചിട്ടാണ് അത് മൂവ്മെൻറ്റ് നടത്തുകയും ഫീഡ് ചെയ്യുകയും ചെയ്യുന്നത്. സാധാരണയായിട്ട് വെള്ളത്തിൽ കാണപ്പെടുന്ന സൂക്ഷ്മ ജീവജാലങ്ങളെ, അവയെ നമ്മൾ പ്ലാങ്ക്ടൺസ് എന്ന് പറയും. പ്ലാങ്ക്ടൺസിനെയാണ് അത് ഫീഡ് ചെയ്യുന്നത്. ഈ ഓർക്കുലേറിയ ലാർവ പിന്നീട് ഡെവലപ്പ് ചെയ്തല്ലെങ്കിൽ മെറ്റമോർഫോസിസ് നടന്ന് അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകും. ഈ രണ്ടാമത്തെ ലാർവയെ നമ്മൾ ഡോളിയോലേറിയ ലാർവ എന്നാണ് പറയുക. അപ്പോൾ 2 ലാർവ സ്റ്റേജ് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് സ്റ്റാർ ഫിഷിലാണ്, രണ്ടാമത്തത് സീ അർച്ചിനിലാണ്. രണ്ടാമത്തെ ലാർവയെ ഡോളിയോലേറിയ ലാർവ എന്നാണ് പറയുന്നത്. ദെൻ ഇൻ ടു അഡൽട്ട് സീ കുക്കുംബർ. ഡോളിയോലേറിയ ലാർവയാണ് പിന്നീട് പൂർണ്ണ വളർച്ചയെത്തിയ സീ കുക്കുംബറായിട്ട് മാറുന്നത്. ഷോസ് എ ലിങ്ക് ടു ബൈലാറ്ററൽ ആൻസിസ്റ്റേഴ്സ്. ഈ ലാർവകളൊക്കെ തന്നെ അതിൻ്റെ പൂർവികർ ബൈലാറ്ററൽ സിമെട്രി ഉള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു സിമെട്രി ഫോളോ ചെയ്യുന്ന ലാർവകളാണ്. അപ്പം ഈ 3 ജീവജാലങ്ങളാണ് നമുക്ക് എക്കനോഡെർമ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അവയെ സംബന്ധിച്ചുള്ള യുണീക്കായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകളും അവയുടെ പ്രത്യേകതകളും ലാർവൽ സ്റ്റേജസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് സാധാരണയായിട്ട് നമുക്ക് ചോദ്യങ്ങളായിട്ട് വരിക. ഇനി നമുക്ക് ഓരോ ചോദ്യം, അതായത് ഈ ഫൈലം എക്കിനോഡെർമറ്റയിൽ വരാൻ സാധ്യതയുള്ള 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക്, 7, ദെൻ ലോങ് എസ്സേ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഏതൊക്കെയാണെന്ന് വളരെ വേഗത്തിലൊന്ന് പരിശോധിക്കാം. 1 മാർക്ക് ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് ആനിമൽസ് ആർ എക്കിനോഡെർമ്സ്? ഏത് തരത്തിലുള്ള ജീവജാലങ്ങളാണ് എക്കിനോഡെർമ്സുകൾ? ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ്. പൂർണ്ണമായിട്ടും മറൈൻ, ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ഇൻവെർട്ടിബ്രേറ്റ്സ്, വെർട്ടിബ്ര ഇല്ലാത്ത ജീവജാലങ്ങളാണ് എക്കിനോഡെർമ്സ്. അതാണ് അതിൻ്റെ ഉത്തരം. മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് എന്നാണ് ഉത്തരം. ദെൻ വാട്ട് കൈൻഡ് ഓഫ് സിമെട്രി ഈസ് സീൻ ഇൻ അഡൽട്ട് എക്കിനോഡെർമ്സ്? അഡൽട്ട് എക്കിനോഡെർമ്സിൽ കാണപ്പെടുന്ന സിമെട്രി ലാർവൽ സ്റ്റേജിൽ ബൈലാറ്ററൽ ആണെന്നുണ്ടെങ്കിൽ അഡൽട്ടിൽ അത് പെൻഡ റേഡിയൽ സിമെട്രി ആയിരിക്കും. ദെൻ വാട്ട് സിമെട്രി ഡു എക്കിനോഡെർം ലാർവേ ഷോ?
എക്നോഡർം ലാർവകൾ പൂർണ്ണമായിട്ടും ബൈലാറ്ററൽ സിമെട്രിയാണ്. വാട്ട് ഈസ് ദ യുണീക്ക് ഫീച്ചർ ഓഫ് എക്നോഡംസ്? യുണീക്കായിട്ടുള്ള ഫീച്ചർ, അതായത് ഇവയിലെല്ലാം കാണപ്പെടുന്ന പൊതുവായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് വാട്ടർ വാസ്കുലർ സിസ്റ്റമാണ്. എല്ലാത്തിൻ്റെയും എക്നോഡംസിൻ്റെ പൊതുവായിട്ടുള്ള ഒരു യുണീക്ക് ഫീച്ചറാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം? എന്താണ് വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ, ജോലി? ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ, ഫീഡിങ്, റെസ്പിറേഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ദെൻ വാട്ട് ഈസ് ദ എൻഡോസ്കെൽറ്റൻ ഓഫ് എക്നോഡംസ് മെയ്ഡ് ഓഫ്? എക്നോഡമിൻ്റെ എൻഡോസ്കെൽറ്റൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കാൽക്കേരിയസ്, ഉത്തരം കാൽക്കേരിയസ് പ്ലേറ്റ്സ് ഓർ ഓസിക്കിൾസ് എന്നിവയാണ്. പ്ലേറ്റ്സ് പ്രധാനമായിട്ടും സീ അർച്ചിനിലാണ് വരുന്നത്, ബാക്കിയുള്ളതെല്ലാം ഓസിക്കിൾസ് ആണ് വരിക. ദെൻ വാട്ട് ഈസ് ദ നെർവസ് സിസ്റ്റം ഓഫ് എക്നോഡംസ് കമ്പോസ്ഡ്? നെർവസ് സിസ്റ്റം എങ്ങനെയുള്ളതാണ്? മൗത്തിന് ചുറ്റും ഒരു റിങ്, എ റിങ് അറൗണ്ട് ദ മൗത്ത് വിത്ത് റേഡിയൽ നെർവ്സ് എക്സ്റ്റെൻഡിങ് ഇൻ ടു ഈച്ച് ആം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. എട്ടാമത്തെ ചോദ്യം നോക്കുക. ഡു എക്നോഡംസ് ലാർവേ ഹാവ് എ ഹെഡ് ഓർ ബ്രെയിൻ? എക്നോഡർമിസിന് ഒരു തലച്ചോറോ ഉണ്ടോ എന്നുള്ളതാണ്. ഉറപ്പായിട്ടുമില്ല. എക്നോഡർംസ് ലാക്ക് എ ഡിസ്റ്റിങ്ക്ട് ബ്രെയിൻ ആൻഡ് ഹെഡ് എന്നുള്ളതാണ് ഉത്തരം. വാട്ട് ഈസ് റീജനറേഷൻ? എന്താണ് പുനരുൽപാദനം? എബിലിറ്റി ടു ഗ്രോ ലോസ്റ്റ് ആംസ് ഓർ ബോഡി പാർട്സ് എന്നതാണ് അതിൻ്റെ ഉത്തരം. നെയിം ദ ലാർവൽ സ്റ്റേജസ് ഓഫ് സ്റ്റാർ ഫിഷ്. സ്റ്റാർ ഫിഷിൻ്റെ ലാർവൽ സ്റ്റേജസ് ഏതൊക്കെയാണ്? 2 ലാർവയാണുള്ളത്, ഒന്ന് ബൈപ്പിന്നേറിയം, രണ്ടാമത്തത് ബ്രാക്യോലേറിയം. 11ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ലാർവൽ സ്റ്റേജ് ഓഫ് സീ അർച്ചിൻ? സീ അർച്ചിൻ്റെ ലാർവൽ സ്റ്റേജിൻ്റെ പേരെന്താണ്? അതിന് ഒറ്റ ലാർവയേ ഉള്ളൂ, എക്കിനോ പ്ലൂട്ടിയസ് ലാർവ എന്നാണ് അതിൻ്റെ പേര്. നെയിം ദ ഫീഡിങ് അപ്പാറ്റസ് ഓഫ് സീ അർച്ചിൻ. സീ അർച്ചിൻ്റെ മാത്രം ഒരു ഫീഡിങ് അപ്പാറ്റസ് ഉണ്ട്, അതിനെ നമ്മൾ അരിസ്റ്റോട്ടിൽ ലാൻഡൺ എന്നാണ് പറയുന്നത്. ബാക്കി 2 എക്കിനോഡംസിലും ഫീഡിങ് അപ്പാറ്റസ് ഇല്ല, ട്യൂബ് ഫീറ്റാണ് അതിൻ്റെ റെസ്പിറേഷനും ഫീഡിങ്ങിനും വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നത്. വാട്ട് ആർ ദ മോഡിഫൈഡ് ട്യൂബ് ഫീറ്റ് അറൗണ്ട് ദ മൗത്ത് ഓഫ് എ സീ കുക്കുംബർ? സീ കുക്കുംബറിന് മാത്രം ട്യൂബ് ഫീറ്റ് വ്യത്യാസമായിട്ട് കാണപ്പെടുന്നു, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വന്ന് കാണപ്പെടുന്നു. അതിനെ നമ്മൾ ടെൻഡക്കിൾസ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ദാൻ വാട്ട് ഈസ് ഈ വിസറേഷൻ ഇൻ സീ കുക്കുംബർ? സീ കുക്കുംബറിലെ ഈ വിസറേഷൻ എന്താണ് എന്നൊരു ചോദ്യമാണ്. എക്സ്പൾഷൻ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് ആസ് എ ഡിഫെൻസ് മെക്കാനിസം. ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തേക്ക് കളയുക, പുറത്തേക്ക് ഇടുക എന്നുള്ളതാണ് ഈ വിസറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്. വാട്ട് ആർ ഓസിക്കിൾസ്? എന്താണ് ഓസിക്കിളുകൾ? സ്മോൾ കാൽക്കേരിയസ് പ്ലേറ്റ്സ് ഫോമിങ് എ എൻഡോസ്കെൽറ്റൻ ഓഫ് എക്നോഡംസ്. എക്നോഡംസിന് ഒരു എൻഡോസ്കെൽറ്റൻ ഉണ്ട്. അത് നമ്മൾ നേരത്തെ ചോദ്യം വന്നതാണ്, എൻഡോസ്കെൽറ്റൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കാൽക്കേരിയസ് ഓസിക്കിൾസ് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് ഓസിക്കിൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു കാൽക്കേരിയസ് പ്ലേറ്റ് ആണ്, അത് എക്നോഡംസിൻ്റെ എൻഡോസ്കെലിറ്റനാണ്. അതാണ് എൻ്റെ ഉത്തരം. ഇനി 2 മാർക്ക് ചോദ്യം നോക്കുകയാണെങ്കിൽ, മെൻഷൻ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്നോഡംസ്. എക്നോഡംസിൻ്റെ ഏതെങ്കിലും 2 സ്വഭാവം പറയുക, അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്താണെന്നുള്ളതാണ്. ഒന്ന് പെൻറ്റാറേഡിയൽ സിമെട്രി, ലാർവെ ബൈലാറ്ററൽ സിമെട്രിയാണ്. ഇതിപ്പോൾ ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട്, അത് ലോക്കോമോഷനും ഫീഡിങ്ങിനും വേണ്ടി ഉപയോഗിക്കും. ഇതാണ് അതിൻ്റെ 2 പ്രത്യേകതകൾ. ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പ്രത്യേകത എഴുതി. ഇപ്പോൾ എക്സ്ക്ലൂസീവ്ലി മറൈനാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. പിന്നീട് എൻഡോസ്കെൽറ്റൻ ഉണ്ട്, അതൊരു പ്രത്യേകതയാണ്. ട്യൂബ് ഫീറ്റുകളുണ്ട്, അത് മറ്റൊരു പ്രത്യേകത. ഏതെങ്കിലും 2 പ്രത്യേകതകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബൈലാറ്ററൽ സിമെട്രി ഇൻ ലാർവൽ എക്നോഡംസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ലാർവൽ സ്റ്റേജിന് ബൈലാറ്ററൽ സിമെട്രിയാണ് കാണപ്പെടുന്നത്, അഡൽട്ടിന് പെൻറ്റാറേഡിയൽ സിമെട്രിയാണ്. എന്താണ് ബൈലാറ്ററൽ സിമെട്രിയുടെ സിഗ്നിഫിക്കൻസ് എന്നാണ് ചോദ്യം വരാം. ഇറ്റ് ഷോസ് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് വിത്ത് ബൈലാറ്ററൽ സിമെട്രിക്കൽ ആൻസിസ്റ്റേഴ്സ്. ഇതിൻ്റെ പൂർവികർ ബൈലാറ്ററൽ സിമെട്രി ഉള്ള ജീവജാലങ്ങളായിരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ എവല്യൂഷൻ്റെ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഈ ബൈലാറ്ററൽ സിമെട്രി സൂചിപ്പിക്കുന്നത് എന്നാണ് അതിൻ്റെ ഉത്തരം. ദെൻ ഡിസ്ക്രൈബ് ദ വാട്ടർ വാസ്കുലർ സിസ്റ്റം ബ്രീഫ്ലി. വളരെ ചെറിയ സെൻറ്റൻസിൽ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തെക്കുറിച്ച് പറയുക, എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത്, ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഫ്ലൂയിഡ് ഫിൽഡ് കനാൽസ് ആൻഡ് ട്യൂബ് ഫീറ്റ് ദാറ്റ് ഓപ്പറേറ്റ്സ് ഹൈഡ്രോളിക്കലി ഹെൽപ്പിംഗ് ഇൻ ലോക്കോമോഷൻ, ഫീഡിങ് ആൻഡ് റെസ്പിറേഷൻ. റെസ്പിറേഷനും ഫീഡിങ്ങിനും ലോക്കോമോഷനും സഹായിക്കുന്ന ഒരു കനാലിൻ്റെ ഒരു നെറ്റ്വർക്കാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ട്യൂബ് ഫീറ്റ്? ട്യൂബ് ഫീറ്റിൻ്റെ ജോലി അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അത് പ്രധാനമായിട്ട് ലോക്കോമോഷനും റെസ്പിറേഷനും ക്യാപ്ചറിങ് ഫുഡ്, ഭക്ഷണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. റൈറ്റ് 2 ഫങ്ഷൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ 2 ഫങ്ഷൻ.
അപ്പോൾ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇതിൻ്റെ യുണീക്കായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം. രണ്ട് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നു. ഒന്ന് ലോക്കോമോഷനും രണ്ടാമത് ഫീഡിങ്ങാണ്. ഇനി റെസ്പിറേഷൻ ആൻഡ് ഫങ്ഷനാണ്. എക്സ്ക്രീഷനും ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിലൂടെയാണ് നടക്കുക. ദെൻ വാട്ട് ആർ ഓസിക്കിൾസ്, മെൻഷൻ ദെയർ റോൾസ്. എന്താണ് ഓസിക്കിൾ? ഓസിക്കിൾ കാൽക്കേരിയസ് ഷീറ്റാണ് അല്ലെങ്കിൽ പ്ലേറ്റുകളാണ്. പ്രൊവൈഡ് റിജിഡിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ ബോഡി. അതിൻ്റെ ഫങ്ഷൻ, അതായത് ഒരു ശരീരത്തിന് ഒരു റിജിഡിറ്റി അല്ലെങ്കിൽ ഒരു ദൃഢതയും പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ് ഈ ഓസിക്കിൾസിൻ്റെ ഫങ്ഷൻ. മറ്റൊരു ചോദ്യം, ഡിസ്ക്രൈബ് ദ നെർവസ് സിസ്റ്റം ഓഫ് എക്നോഡംസ്. എക്നോഡംസിൻ്റെ നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. അതൊരു നെർവ് റിങ് മാത്രമേ ഉള്ളൂ, മൗത്തിന് ചുറ്റുമാണ്. റേഡിയൽ നെർവ്സ് ഉണ്ട് എക്സ്റ്റെൻഡിങ് ഇൻ ടു ദ ഈച്ച് ആം. എല്ലാ ആമിലേക്കും കൈകളിലേക്കും പോകുന്ന നാരുകളുണ്ട് അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥയുണ്ട്. ബ്രെയിനോ ഹെഡോ ഇല്ല. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ റീജനറേഷൻ ഇൻ എക്നോഡംസ്. എക്നോഡംസിൻ്റെ റീജനറേഷനെ കുറിച്ച് എഴുതുക. അതിൻ്റെ ഉത്തരം, എക്നോഡംസ് ക്യാൻ റീഗ്രോ ലോസ്റ്റ് ആംസ് ഓർ ഈവൻ പാർട്സ് ഓഫ് ദെയർ സെൻട്രൽ ഡിസ്ക്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് അഡാപ്റ്റീവ് ഫീച്ചർ. എക്നോഡംസിന് അതിൻ്റെ നഷ്ടപ്പെട്ട ഏത് ശരീരഭാഗത്തെയും പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയും, റീജനറേറ്റ് ചെയ്യാൻ കഴിയും. അതതിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്, അതായത് ജീവൻ നിലനിർത്താനുള്ള ഒരു കഴിവാണ്. റൈറ്റ് എ നോട്ട് ഓൺ ഫീഡിംഗ് മെക്കാനിസം ഓഫ് സ്റ്റാർ ഫിഷ്. സ്റ്റാർ ഫിഷിൻ്റെ ഭക്ഷണം കണ്ടെത്തുന്ന രീതി എങ്ങനെയാണ് എന്നാണ് ചോദ്യം. സ്റ്റാർ ഫിഷിന് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്. സ്റ്റാർ ഫിഷിനും സീ കുക്കുംബറിനും യുണീക്കായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. എന്നാൽ സ്റ്റാർ ഫിഷ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റൊമക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും, എവേർട്ട് ചെയ്യാൻ പറ്റും, പുറത്തേക്കിടാൻ പറ്റും. സ്റ്റാർ ഫിഷ് എവേർട്ട് ഇറ്റ് സ്റ്റൊമക്ക് ഔട്ട് ത്രൂ ദ മൗത്ത് ടു എക്സ്റ്റേണലി ഡൈജസ്റ്റ് പ്രേ സച്ച് എസ് ബൈവാൽസ് ബിഫോർ റിട്രാക്റ്റിംഗ് ദ മൗത്ത്. വലിയ ബൈവാൽസിനെ, അതായത് കക്ക പോലെയുള്ള ജീവജാലങ്ങളെ ഇതിനെ ഭക്ഷിക്കാൻ കഴിയും. ഭക്ഷിക്കാൻ കഴിഞ്ഞാൽ അകത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല. അകത്തേക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് പുറത്തിട്ട് ദഹിപ്പിച്ച്, അതായത് സ്റ്റൊമക്ക് മാത്രം പുറത്തേക്കിട്ട് ദഹിപ്പിച്ച് ഭക്ഷണത്തെ ആഗിരണം ചെയ്യുന്ന രീതിയാണുള്ളത്. അതാണ് അതിൻ്റെ സ്റ്റാർ ഫിഷിൻ്റെ ഭക്ഷണം കഴിക്കുന്ന രീതി എന്ന് പറയുന്നത്. വാട്ട് ഈസ് അരിസ്റ്റോട്ടിൽ ലാൻറ്റേൺ? അരിസ്റ്റോട്ടിൽ ലാൻറ്റേൺ എന്നാണ് ചോദ്യം. അതായത് സീ അർച്ചനിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് അരിസ്റ്റോട്ടിൽ ലാൻറ്റേൺ. ഇറ്റ് ഈസ് എ 5-toothed ഫീഡിംഗ് അപ്പാറ്റസ് ഫൗണ്ട് ഇൻ സീ അർച്ചൻ. അതാണ് അതിൻ്റെ പ്രത്യേകത. 5 പല്ലുകളുള്ള ഫീഡിംഗ് അപ്പാറ്റസ്, ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവയവമാണ് അരിസ്റ്റോട്ടിൽ ലാൻറ്റേൺ. യൂസ്ഡ് ടു സ്ക്രാപ്പ് ആൽഗെ ആൻഡ് ഫുഡ് ഫ്രം റോക്സ്. പാറയിൽ നിന്നും മറ്റ് സർഫസിൽ നിന്നും സ്ക്രാച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്യാനായിട്ട്, ചിരണ്ടി എടുക്കാനായിട്ടാണ് ഈ അരിസ്റ്റോട്ടിൽ ലാൻറ്റേൺ ഉപയോഗിക്കുന്നത്. ഡിസ്ക്രൈബ് ലാർവൽ സ്റ്റേജസ് ഓഫ് സ്റ്റാർ ഫിഷ്. സ്റ്റാർ ഫിഷിൻ്റെ ലാർവൽ സ്റ്റേജസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ബൈപിനേറിയൽ ലാർവയാണ്, സീലേറ്റഡാണ്, ഫ്രീ ലിവിംഗ് ആണ്. രണ്ടാമത്തെ ലാർവയെ നമ്മൾ ബ്രാക്യോലെറിയ ലാർവ എന്ന് പറയുന്നു. അതിന് ആംസുകളുണ്ട്, അൺഹസീവ് സ്ട്രക്ചേഴ്സ്, അതായത് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സ്ട്രക്ചേഴ്സുമുണ്ട്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ദെൻ വാട്ട് ആർ ലാർവൽ ഫോംസ് ഓഫ് സീ കുക്കുംബേഴ്സ്. സീ കുക്കുംബറിൻ്റെ ലാർവകൾ ഏതൊക്കെയാണ്? 2 ലാർവൽ സ്റ്റേജസ് വരുന്നത്, ഒന്ന് സീ അർച്ചിനും, ഒന്ന് സ്റ്റാർ ഫിഷിനും, രണ്ടാമത്തത് സീ കുക്കുംബറിനുമാണ്. സീ കുക്കുംബറിന് 2 ലാർവൽ സ്റ്റേജ് ഉണ്ട്, ഓർക്കുലേറിയ ആൻഡ് ഡോളിയോലെറിയ എന്നുള്ളതാണ് ഉത്തരം. റൈറ്റ് 2 ഡിഫൻസ് മെക്കാനിസം ഓഫ് സീ കുക്കുംബേഴ്സ്. സീ കുക്കുംബേഴ്സിൻ്റെ ഡിഫൻസ് മെക്കാനിസം ഏതെങ്കിലും 2 എഴുതുക. ഒന്ന്, ഈ വിസറേഷൻ, എക്സ്പെല്ലിംഗ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ്. സീ കുക്കുംബർ അതിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ ഏനസിലൂടെ പുറത്തേക്കിടും. രണ്ടാമത്തത് റീജനറേഷൻ ഓഫ് ലോസ്റ്റ് പാർട്ട്, നഷ്ടപ്പെട്ടത് മറ്റ് ജീവികൾ ഏതെങ്കിലും അതിൻ്റെ ശരീരഭാഗം കടിച്ചെടുക്കുക അല്ലെങ്കിൽ മുറിച്ചെടുക്കുകയോ ചെയ്താൽ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. മെൻഷൻ 2 എക്സാമ്പിൾസ് ഓഫ് എക്നോഡംസ്. എക്നോഡംസിൻ്റെ ഏതെങ്കിലും 2 എക്സാമ്പിൾ, 3 നമ്മൾ പഠിച്ചത്. അതിനകത്ത് 3 ഏതെങ്കിലും എഴുതാം, സ്റ്റാർ ഫിഷ് അല്ലെങ്കിൽ സീ അർച്ചിൻ ഓർ സീ കുക്കുംബർ. 4 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈലം എക്നോഡെർമറ്റ. ഫൈലം എക്നോഡെർമറ്റയുടെ ജനറൽ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ എഴുതും. ഏതെങ്കിലും ഒരു 5 നമുക്ക് നിർബന്ധമായിട്ട് എഴുതണം. ഒന്നാമത്തെ എക്സ്ക്ലൂസീവ്ലി മറൈനാണ്, ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്, അഡൽറ്റിന് പെൻറ്റാറേഡിയൽ സിമെട്രിയാണ്, ലാർവയ്ക്ക് ബയലാട്രൽ സിമെട്രിയാണ്. കാൽക്കേരിയസ് എൻഡോസ്കെൽറ്റനുണ്ട്, അതിന് ഓസിക്കിൾസ് എന്ന് പറയും. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട്, അത് ലോക്കോമോഷനും ഫീഡിങ്ങിനും റെസ്പിറേഷനും എക്സ്ക്രീഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഹെഡില്ല, ബ്രെയിനില്ല, എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇല്ല. റീപ്രൊഡക്ഷൻ എക്സ്റ്റേണലാണ്. ഹയർ പവർ ഓഫ് റീജനറേഷൻ ഉണ്ട്. എക്സ്പ്ലെയിൻ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇൻ എക്നോഡെർമ്സ്. എക്നോഡെർമ്സിൻ്റെ മാത്രമുള്ള ഒരു യുണീക്കായിട്ടുള്ള പ്രത്യേകതയാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. അതിനെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദ്യം വരിക. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കനാൽസ് ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക്കലി. വെള്ളത്തിൻ്റെ പ്രഷറും വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റും അനുസരിച്ച് ഫങ്ഷൻ ചെയ്യുന്ന ഒരു കനാൽ സിസ്റ്റമാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം.
വാട്ടർ എൻ്റർ ചെയ്യുന്നത് മാഡ്രിപ്പൊറൈറ്റുകൾ എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെയാണ്. അത് സ്റ്റോൺ കനാലിലേക്ക് പോകുന്നു. സ്റ്റോൺ കനാലിൽ നിന്നും റിംഗ് കനാലിലേക്ക്, റിംഗ് കനാലിൽ നിന്നും വശങ്ങളിലേക്ക് പോകുന്ന റേഡി കനാലിലേക്ക്, റേഡിയൽ കനാലിൽ നിന്നും ട്യൂബ് ഫിറ്റിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇതാണ് അതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദ കോൺട്രാക്ഷൻ ഓഫ് ആംപ്യുള്ള ആൻഡ് ട്യൂബ് ഫീറ്റ് പ്രൊഡ്യൂസ് മൂവ്മെൻറ്റ്. ആംപ്യുള്ള എന്ന് പറയുന്ന സ്ട്രക്ചറുകളും ട്യൂബ് ഫീറ്റുകളും ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് വെള്ളം അകത്തേക്കും പുറത്തേക്കും പോകുന്നു. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോക്കോമോഷൻ, റെസ്പിറേഷൻ, ഫുഡ് കളക്ഷൻ, എക്സ്ക്രീഷൻ എന്നിവയാണ്. മറ്റൊരു ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ആൻഡ് ഫീഡിങ് ഓഫ് സ്റ്റാർ ഫിഷ്. സ്റ്റാർ ഫിഷിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫീഡിങ്ങിനെ കുറിച്ചും എഴുതാനാണ്. ചോദ്യങ്ങൾ വളരെ ലിമിറ്റഡായിട്ട് നമ്മൾ പഠിക്കാനുള്ളൂ എങ്കിലും ചോദ്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ബോഡി സ്റ്റാർ ഷേപ്പിലാണ്. 5 ആമകളുണ്ട്. റേഡിയേറ്റിംഗ് ഫ്രം ദ സെൻട്രൽ ഡിസ്ക്. മധ്യത്തിലുള്ള ഡിസ്കിൽ നിന്ന് 5 ഭാഗത്തേക്കും പോയിരിക്കുന്നു. ട്യൂബ് ഫീറ്റ് ഉണ്ട്. അതിൻ്റെ ഓറൽ സർഫസാണ് മൗത്ത് കാണപ്പെടുന്നത്. മൂവ്മെൻറ്റിന് സഹായിക്കുന്നു, പ്രേയെ പിടിക്കാൻ സഹായിക്കുന്നു. ഫീഡ്സ് ഓൺ മോളസ്ക് ലൈക്ക് ക്ലാംസ് തുടങ്ങിയവയെ പിടിക്കുന്നു. ഇവേർട്ട് സ്റ്റൊമക്ക് ഔട്ട് ഓഫ് മൗത്ത് ടു ഡൈജസ്റ്റീവ് പ്രേ എക്സ്റ്റേണലി. ഫീഡിങ്ങിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതിൻ്റെ പ്രത്യേകത ചോദിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റൊമക്ക് പുറത്തേക്കിട്ട് ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്. ലാർവൽ സ്റ്റേജ് ബൈപിന്നേറിയും ബ്രാക്യോലേറിയയാണ്. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ദ സ്ട്രക്ചർ ആൻഡ് ഫീഡിങ് അപ്പാറ്റസ് ഓഫ് സീ അർച്ചിൻ. സീ അർച്ചിൻ്റെ ഫീഡിങ് അപ്പാറ്റസിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സീ അർച്ചിൻ്റെ ഫീഡിങ് അപ്പാറ്റസ് ഏറ്റവും പ്രധാനപ്പെട്ടത് അരിസ്റ്റോട്ടിൽ ലാൻഡിനാണ്. അതിനെക്കുറിച്ചാണ് പറയേണ്ടത്. അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സ്പെറിക്കൽ ബോഡിയാണ്, എൻക്ലോസ്ഡ് ഇൻ എ റിജിഡ് സ്പൈനി ടെസ്റ്റ് മെയ്ഡ് ഓഫ് ഫ്യൂസ്ഡ് ഓസിക്കിൾസ്. ധാരാളം ഫ്യൂസ്ഡ് ഓസിക്കിൾസും സ്പൈനി ആയിട്ടുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള സ്ട്രക്ചറാണ് ഈ സീ അർച്ചിനുള്ളത്. മൂവബിൾ സ്പൈൻസ് ആണ്, അതായത് അതിൻ്റെ മുള്ളുകൾ മൂവ് ചെയ്യാൻ പറ്റും. ട്യൂബ് ഫീറ്റ് ഉണ്ട് ലോക്കോമോഷന്. ഫീഡിങ് അപ്പാറ്റസിനെ അരിസ്റ്റോട്ടിൽ ലാൻഡിയൻ എന്ന് പറയുന്നു. ഒരു കോംപ്ലക്സ് 5 ടൂത്ത്ഡ് ജോ സ്ട്രക്ചറാണ് യൂസ്ഡ് ഫോർ സ്ക്രാപ്പ്, ആൽഗെ ആൻഡ് ഡെട്രിറ്റസ്. ആൽഗയും ഡെട്രിറ്റസിനെയൊക്കെ ചുരണ്ടിയെടുക്കാനായിട്ട് സഹായിക്കുന്ന 5 പല്ലുകൾ അടങ്ങിയ അവയവത്തെയാണ് അരിസ്റ്റോട്ടിൽ ലാൻഡിയൻ എന്ന് പറയുന്നത്. ലാർവൽ സ്റ്റേജിനെ എക്കിനോഗ്ലൂട്ടിയസ് എന്നാണ് പറയുന്നത്. 5ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ബോഡി ഫോം ആൻഡ് ഡിഫെൻസ് മെക്കാനിസം ഓഫ് സീ കുക്കുംബേഴ്സ്. സീ കുക്കുംബറിൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ചും അതിൻ്റെ ഡിഫെൻസ് മെക്കാനിസത്തെക്കുറിച്ചുമാണ്. സോഫ്റ്റ് ബോഡിയാണ്, എലോങ്ങേറ്റഡ് ആണ്, സിലിണ്ട്രിക്കലാണ്, മൈക്രോസ്കോപ്പിക് ഓസിക്കിൾസ് ഉണ്ട്. അത് സോഫ്റ്റ് ബോഡിയാണ്, അതുകൊണ്ട് തന്നെ ഓസിക്കിൾസ്, അതായത് കാൽക്കേരിയസ് ഓസിക്കിൾസ് വളരെ ചെറുതാണ്. ടെൻറ്റക്കിൾസ് ഉണ്ട്, അതായത് ട്യൂബ് ഫീറ്റുകൾ ടെൻറ്റക്കിൾസ് ആയിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നു. അത് ഫീഡിങ് ആണ് അതിൻ്റെ, അതായത് ഭക്ഷണം കണ്ടെത്തുകയാണ് അതിൻ്റെ ഫംഗ്ഷൻ. ഡിഫെൻസ് മെക്കാനിസം ഉണ്ട് അതിന് ഈ വിസറേഷൻ എന്ന് പറയുന്നു. എക്സ്പെല്ലിംഗ് ഇൻറ്റേർണൽ ഓർഗൻസ് ത്രൂ ദ ഏനസ് ടു ഡിസ്ട്രാക്ട് പ്രിഡേറ്റേഴ്സ്. ഓർഗൻസ് ആർ ലേറ്റർ റീജനറേറ്റഡ്. അതായത് അതിന് പിടിക്കാൻ വരുന്ന പ്രിഡേറ്ററിനെ പേടിപ്പിക്കാനായിട്ട് അതിൻ്റെ വിസറ, ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഏനസിലൂടെ പുറത്തേക്ക് ഇടുകയും ഇത് അതിൻ്റെ പ്രിഡേറ്റർ എന്ത് ചെയ്യും, കണ്ട് പേടിക്കുകയും അങ്ങനെ ഇത് എസ്കേപ്പ് ആവുകയും ചെയ്യും. ഈ ഓർഗൻസ് എല്ലാം റീജനറേറ്റ് ചെയ്യപ്പെടും. ഇനി 10 മാർക്ക് ചോദ്യം അല്ലെങ്കിൽ 7 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. ഒന്ന്, ഡിസ്ക്രൈബ് ദ ഡീറ്റെയിൽ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈലം എക്നോഡെർമേറ്റ. ഡീറ്റെയിൽ ആയിട്ട് ഫൈലം എക്നോഡെർമേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക് എഴുതുക. ഒരു 10 എണ്ണമെങ്കിലും നമ്മൾ എഴുതണം. മറൈനാണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആണ്, പൂർണ്ണമായിട്ടും ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, അതായത് അതിൻ്റെ സ്ട്രക്ചർ, ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഉണ്ട്. പെൻഡാ റേഡിയൽ സിമെട്രിയാണ്, ലാർവയ്ക്ക് റേഡിയൽ സിമെട്രിയാണ്. എൻഡോസ്കെൽറ്റനുണ്ട്, മെയ്ഡ് ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ് ആണ്. പിന്നീട് വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ട്. നെർവസ് സിസ്റ്റം, ബ്രെയിൻ ഇല്ല, ഹെഡില്ല, പക്ഷേ നെർവ് റിംഗ് ഉണ്ട് മൗത്തിന് ചുറ്റുമായിട്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്, മൗത്ത് മുതൽ ഏനസ് വരെ നീളുന്ന സ്റ്റൊമക്കൊക്കെ ഉള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമാണുള്ളത്. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പാണ്, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. പിന്നീട് റീപ്രൊഡക്ഷൻ ബൈസെക്ഷൽ ആണ്, അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ലാറൽ സ്റ്റേജസ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്, പൂർണ്ണമായിട്ടും ബന്ധിക്കായിട്ട് അല്ലെങ്കിൽ മറൈനും ബന്ധിക്കുമായിട്ടുള്ള ജീവജാലങ്ങളാണ്. മറ്റൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ ലാർവൽ ഡെവലപ്മെൻറ്റ് ഓഫ് എക്നോഡെർമസ്. എക്നോഡെർമസിലെ ലാർവൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് 3 ജീവികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ 3-നെക്കുറിച്ചുള്ള ലാർവയെക്കുറിച്ച് നമ്മൾ പറയണം. സ്റ്റാർ ഫിഷിനാണെങ്കിൽ 2 ലാർവയാണുള്ളത്, ബൈപിന്നേറിയയും ബ്രാക്യോലേറിയയും. സീ അർച്ചിനാണെങ്കിൽ എക്കിനോഗ്ലൂട്ടിയസ് മാത്രമേ ഉള്ളൂ. സീ കുക്കുംബറിനാണെങ്കിൽ ഓറിക്കുലേറിയ ലാർവയാണുള്ളത്. അപ്പം അതിന് 3-നും ഷേപ്പ് വ്യത്യാസമാണ്. ആ ഷേപ്പും അല്ലെങ്കിൽ
അതിൻ്റെ സിമെട്രിയും എല്ലാം സിമെട്രി സെയിം ആണ്, ബയലാറ്ററൽ സിമെട്രിയാണ്. സീ അർച്ചിൻ്റെ ലാർവയാണെന്നുണ്ടെങ്കിൽ സീലിയേറ്റഡ് ആംസ് ഉള്ള പിരമിഡ് ഷേപ്പ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ, ഓർക്കുലേറിയ ലാർവയാണെന്നുണ്ടെങ്കിൽ സീ കുക്കുംബറിൻ്റെ ബാരൽ ഷേപ്പ്, അതിൻ്റെ ഷേപ്പ് നമ്മൾ മെൻഷൻ ചെയ്യുക. അപ്പം ഇത്രയും വിശദാംശങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫൈലം എക്കിനോഡെർമറ്റ എന്ന് പറയുന്നത് 3 ജീവികളെക്കുറിച്ച് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതും യുണീക്കായിട്ടുള്ള പ്രത്യേകത വാട്ടർ വാസ്കുലാർ സിസ്റ്റം, പിന്നീട് അരിസ്റ്റോട്ടിൽ, ലാൻറ്റൻ പോലെയുള്ള മൗത്തിൽ കാണപ്പെടുന്ന പ്രത്യേക സ്ട്രക്ചറുകൾ, ട്യൂബോഫീറ്റുകൾ, പിന്നീട് ലാർവൽ സ്റ്റേജസിൻ്റെ പ്രത്യേകത തുടങ്ങിയവയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.